ഹലോ, നമുക്കിന്ന് കപ്പ ഇറച്ചിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് പന്നി ഇറച്ചിയാണ്. പന്നിയുടെ ഇറച്ചിയും എല്ലും എല്ലാം കൂടെ കൂട്ടി മേടിച്ചതാണ്. ഇത് 1 കിലോ ഇറച്ചിയുണ്ട്. ഇത് നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി, ഉപ്പും മീറ്റ് മസാലയും ഇഞ്ചിയും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. ഇത് കപ്പ വേവിച്ച് വെച്ചതാണ്. കപ്പയും ഇറച്ചി നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെച്ചു. ഇനി ഒരു ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞുമ്പോൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിനകത്തേക്ക് സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചെറുതായിട്ട് അരിയണ്ട, കുറച്ച് കട്ടിയിലാണ് സവാള അരിയേണ്ടത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ സവാളയൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി വേണ്ടത് മീറ്റ് മസാലയാണ്. കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കണം. എന്നാലാണ് മസാലയൊക്കെ അതിനകത്തേക്ക് പിടിക്കത്തുള്ളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കണ കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ശരിക്കും നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.